ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്ലാസ് പെയിൻറ്റ് ഫിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഫില്ല് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ് പെയിൻറ്റ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ OHB ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എടുക്കാവുന്നതാണ്. ഏതൊരു പടം നമ്മൾ സിമ്പിളായിട്ട് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വരയ്ക്കുക. അപ്പോൾ അറിയാത്തവർക്ക് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് അടിയിലൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ 4 സൈഡിലും ഓരോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നീങ്ങി പോവാണ്ടിരുന്നോളും. വൈറ്റ് കളറുള്ള ഔട്ട്ലൈനറും ഉണ്ട്, ബ്ലാക്ക് കളറുള്ള ഔട്ട്ലൈനറും ഉണ്ട്. ബ്ലാക്കാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ആ പടത്തിനൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ തുടങ്ങിയിരിക്കുന്നത് ആ ഒരു തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് അവസാനിക്കുന്ന എവിടേക്കാണോ അവിടെ വരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഔട്ട്ലൈനർ എടുക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ ചെയ്യുമ്പോൾ അത് വേറൊരു പേപ്പറിനകത്ത് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഇത്തിരി ഉണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കട്ട പോലെ ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് അതാദ്യം വേറൊന്ന് വരച്ച് നോക്കിയിട്ട് നമ്മൾ ശരിക്കും വരയ്ക്കേണ്ടതിലേക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്കായിട്ട് എപ്പോഴും വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കൈയൊന്നും മുട്ടി അത് ചീത്തയാവാനുള്ള വഴി വരില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം, അടിഭാഗത്തേക്ക് വരച്ചെടുക്കാം. നമ്മുടെ ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്ലൈൻ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയില്ലെങ്കിൽ അത് പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതൊക്കെ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു സൺഫ്ലവറിൻ്റെ ഫോട്ടോ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, പ്രിൻ്റ് എടുത്താണത്. അതിനകത്ത് നമുക്ക് മഞ്ഞ കളറിൽ ഇതളുകളിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ചെയ്യുക, വീണ്ടും ഉണങ്ങിയിട്ട് ഇത്തിരി കട്ടിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ പല സ്ഥലത്തും പലതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ ലെവലിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒഴുകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്യാട്ട് ഇതുപോലെ തന്നെ. അപ്പോൾ ഇതളുകൾക്കൊക്കെ മഞ്ഞ കളറും തണ്ടുകൾക്ക് പച്ചയും ഇലകൾക്ക് പച്ചയും കൊടുത്തിട്ട് നമുക്ക് കാണാം. ഉൾഭാഗത്ത് ഒരു ബ്രൗൺ കളറിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കളറിൽ 6 കളറാണ് ഉണ്ടായിരുന്നത്. മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, നീലയുണ്ട്, ബ്രൗൺ ഉണ്ട്. അത്യാവശ്യം വേണ്ട കളറുകളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്ലാസ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസുകൾ വരും. ആ ബബിൾസ് വരുമ്പോൾ നമുക്ക് കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ബബിൾസ് വരാണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ബബിൾസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ നെക്കി പിടിച്ച് ചെയ്യില്ലേ, അപ്പോൾ അവിടെ ബബിൾസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബബിൾസ് വരികയാണെങ്കിൽ ഒരു പിന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആ ബബിൾസ് പൊട്ടിക്കുക. അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ കേട്ടോ. ആ ബബിൾസ് കറക്റ്റ് ഉണങ്ങുമ്പോൾ എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ പരമാവധി ബബിൾസ് വരാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ കട്ടിക്ക് ആ ഒരു കളർ ഒഴിക്കാറുണ്ട്, ഒരു മിനിമത്തിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അല്ലെങ്കിൽ അത് പരക്കും. ഇപ്പം നമ്മൾ എതളുകൾക്ക് പരന്നാൽ കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ പച്ച ഭാഗത്തിലേക്കോ പരന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇതിൽ ഓരോ കളർ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ ഓരോ കളറുകൾ അടിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് തന്നെ ചെയ്ത് തുടങ്ങുക, താഴേക്കായിട്ട് വരിക. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കണേൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേന്ന്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കണ പോലെ എടുത്തു വെക്കാം. സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യണേന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തത് ഫുള്ളായിട്ട് കഴിയുമ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാനിത് എങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് വെക്കണേന്ന് കാണിക്കണില്ല കേട്ടോ. മുമ്പൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.